അവതാരികയായ മീര അനിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. താരം പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ചർച്ചയായി മാറാറുണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല യഥാർത്ഥ ജീവിതത്തിൽ താൻ എന്ന് മീര പറഞ്ഞിരുന്നു. കുടുംബത്തിന്റെ വിശേഷങ്ങളും മീര സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്. മീരയുടെ ഭർത്താവായ വിഷ്ണുവും പ്രേക്ഷകർക്ക് പരിചിതനാണ്. ഞാൻ നിലനിൽക്കുന്നതിന് കാരണം നീയാണെന്നായിരുന്നു ഇടയ്ക്ക് മീര വിഷ്ണുവിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തത്. മീരയുടെ വസ്ത്രധാരണവും മേക്കപ്പും എപ്പോഴും ചർച്ചയായി മാറാറുണ്ട്. ചില സമയത്ത് സിമ്പിൾ മേക്കപ്പിലായിരിക്കും മീര എത്തുന്നത്. എല്ലാ തരത്തിലുള്ള മേക്കപ്പും മേക്ക് ഓവറുകളും നടത്താറുമുണ്ട്. എപ്പോഴും മേക്കപ്പ് ഇടാറുണ്ടോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെന്നും താൻ അതിന് ഇല്ലെന്നാണ് മറുപടി പറയാറുള്ളതെന്നും മീര പറയുന്നു. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല താനെന്നും മീര പറയുന്നു. റിയൽ ലൈഫിലാണ് മേക്കപ്പ്, റിയൽ ലൈഫിൽ ഇല്ല. മഴ നനഞ്ഞുള്ള ഒരു ഫോട്ടോ ആയിരുന്നു മീര പങ്കുവച്ചത്. അങ്ങനെ മഴ നനഞ്ഞാൽ പണി വരുമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. നിരവധി പേരാണ് വീഡിയോയുടെ താഴെയായി കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നവരാണ് ഞാനും വിഷ്ണുവും. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ അമിതമായി കൂവരുതെന്ന് വിഷ്ണു എപ്പോഴും പറയാറുണ്ട്. കൂവൽ റാണി എന്നൊരു പേരും എനിക്കുണ്ട്. ആവേശം കൂടുമ്പോൾ കൂവലും കൂടും. അങ്ങനെ സംഭവിക്കുന്നതാണ്. എനിക്ക് വരുന്ന കമന്റുകളെല്ലാം കുത്തിയിരുന്ന് വായിക്കുന്നത് വിഷ്ണുവാണ്. വിമർശിച്ചുള്ള കമന്റുകളും വായിക്കാറുണ്ട്. തുടക്കത്തിൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത് ശീലമായിരിക്കുന്നു എന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ വിഷ്ണു പറഞ്ഞത്. എൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല വിഷ്ണുവിനെ തേടിപ്പിടിച്ച് മോശം കമന്റുകൾ അയക്കുന്നവരുമുണ്ട്. മറുപടി നൽകിയതിനു ശേഷമാണ് അവരെ ബ്ലോക്ക് ചെയ്യാറുള്ളതെന്നും മീര പറയുന്നു. ഫേക്കാണെന്ന് തോന്നിയാലും വിഷ്ണു മറുപടി നൽകും. ഭാര്യയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തൂടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഫ്രണ്ട്സിനെ പോലെയാണ് വിഷ്ണു. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റും. പ്രൈവറ്റായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇപ്പോൾ യൂട്യൂബിൽ പങ്കിടാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇട്ടാൽ ചിലരൊക്കെ വന്നു ചൊറിയും. എന്ത് കാര്യം ചെയ്താലും വിമർശനങ്ങൾ വരാറുണ്ട്. അതൊന്നും ഞങ്ങൾ അങ്ങനെ കാര്യമാക്കാറില്ലെന്നും ഇരുവരും വ്യക്തമാക്കുന്നു.